പുതുമന ഗോൾഡ് ഹൗസ് കാഞ്ഞങ്ങാട് ആൻഡ് പയ്യന്നൂർ. ഫോൺ കാഞ്ഞങ്ങാട് 0467220222, പയ്യന്നൂർ 0498520887, മൊബൈൽ 8590982506. ചെറുപുഴ അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രാപ്പോയിൽ ബ്രാഞ്ച് ഫെബ്രുവരി 19 തിങ്കളാഴ്ച മുതൽ പ്രവർത്തനം ആരംഭിക്കും. മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ പ്രാപ്പോയിൽ ബ്രാഞ്ച് ഓഫീസ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ബാങ്ക് ഭരണസമിതി ചെറുപുഴയിൽ അറിയിച്ചു. ചെറുപുഴ അർബൻ കോഓപ്പറേറ്റീവ് സൊസൈറ്റിയുടെ പ്രാപ്പോയിൽ ബ്രാഞ്ച് ഫെബ്രുവരി 19 തിങ്കളാഴ്ച 2 മണിക്ക് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടനം ചെയ്യും. TI മധുസൂദനൻ MLA, മുൻ MLA C കൃഷ്ണൻ, സഹകരണ സംഘം ജോയിന്റ് രജിസ്ട്രാർ E രാജേന്ദ്രൻ, ബ്ലോക്ക് പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് C സത്യപാൽ എന്നിവരും ജനപ്രതിനിധികൾ, രാഷ്ട്രീയ സഹകരണ മേഖലകളിലെ പ്രമുഖർ എന്നിവർ ചടങ്ങിൽ സംബന്ധിക്കുമെന്ന് ഭരണസമിതി അംഗങ്ങൾ ചെറുപുഴയിൽ അറിയിച്ചു. സമ്മേളനം വിളിച്ചത് ചെറുപുഴ സഹകരണ അർബൻ സൊസൈറ്റിയുടെ 2ാമത് ശാഖ 2024 ഫെബ്രുവരി 19 പ്രാപ്പോയിൽ ഉദ്ഘാടനം ചെയ്യുക. ബഹുമാന്യനായ MLA ശ്രീ TI മധുസൂദൻ്റെ അധ്യക്ഷതയിൽ ബഹുമാന്യനായ രജിസ്ട്രേഷൻ പുരാവസ്തു വകുപ്പ് മന്ത്രി ശ്രീ കടന്നപ്പള്ളി രാമചന്ദ്രൻ ഉദ്ഘാടന കർമ്മം നിർവഹിക്കും. ഇതിൻ്റെ ആദ്യ നിക്ഷേപം സ്വീകരിക്കുന്നത് മുൻ MLA C കൃഷ്ണൻ അവർകളാണ്. അതോടൊപ്പം തന്നെ കമ്പ്യൂട്ടർ സ്വിച്ച് ഓൺ കർമ്മം നിർവഹിക്കുന്നത് ശ്രീ E രാജേന്ദ്രൻ, സഹകരണ രജിസ്ട്രാർ ജനറൽ. സ്ട്രോങ് റൂം ഉദ്ഘാടനം മുൻ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ശ്രീ സത്യപാലൻ നിർവഹിക്കും. ഷെയർ സർട്ടിഫിക്കറ്റ് വിതരണം ശ്രീമതി സൈബുന്നീസ MK, അസിസ്റ്റന്റ് രജിസ്ട്രാർ ജനറൽ പയ്യന്നൂർ. വായ്പാ വിതരണം നിർവഹിക്കുന്നത് ശ്രീ P ശശിധരൻ, മാതൃ സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ്. ഇതോടനുബന്ധിച്ച് തയ്യാറാക്കിയ സപ്ലിമെൻറ്റിൻ്റെ പ്രകാശനം നിർവഹിക്കുന്നത് കാർഷിക ഗ്രാമവികസന ബാങ്കിൻ്റെ പ്രസിഡന്റ് ശ്രീ KV ഗോവിന്ദൻ അവർകളാണ്. ചെറുപുഴ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശ്രീമതി റെജി പുളിക്കൽ സാന്നിധ്യം തീരുമാനിച്ചിട്ടുണ്ട്, മുഖ്യ സാന്നിധ്യമായി തീരുമാനിച്ചിട്ടുണ്ട്. നമ്മുടെ ബാങ്ക് ചെറുപുഴ പ്രവർത്തന കേന്ദ്രമായി കാങ്കോലാലപ്പടമ്പ്, എരമംകുറ്റൂർ, പെരിങ്ങോം തുടങ്ങി 4 പഞ്ചായത്തുകൾ പ്രവർത്തന പരിധിയായി 2000 ഡിസംബർ 20 രജിസ്റ്റർ ചെയ്യപ്പെട്ടത്. 2000 ഡിസംബർ 30 ബാങ്കിൻ്റെ പ്രാരംഭ പ്രവർത്തനം ആരംഭിച്ചത്. 2001 ജനുവരി 19 ബാങ്കിൻ്റെ ഉദ്ഘാടനം ഔദ്യോഗികമായി നിർവഹിച്ചത്. പിന്നീട് ബാങ്ക് വിവിധ മേഖലകളിലേക്ക് കടക്കുക എന്നുള്ളതായിരുന്നു. മലയോര മേഖലയിൽ നമുക്ക് ഈ ആരോഗ്യ മേഖലയിൽ സഹകരണ മേഖല നല്ല ഇടപെടൽ നടത്തുന്നുണ്ട്. ആ ഇടപെടലിൻ്റെ ഭാഗമായി നീതി മെഡിക്കൽ സ്റ്റോറുകളുടെ പ്രവർത്തനം, മരുന്നുകളുടെ വിതരണം, അത് കൺസ്യൂമർ ഫെഡ് സംസ്ഥാന വ്യാപകമായി നടത്തുന്നുണ്ട്. അതിൻ്റെ വ്യാപകമായി കേരളത്തിലെ സഹകരണ സംഘങ്ങൾ ഈ മരുന്ന് വിതരണ രംഗത്ത് സജീവമായി ഇടപെടുന്നുണ്ട്. ഇവിടെ സൂചിപ്പിച്ച പോലെ 23 വർഷം കഴിഞ്ഞു ഇപ്പോൾ നമ്മൾ ചെറുപുഴയിൽ പ്രവർത്തനം തുടങ്ങിയിട്ട്. നമ്മൾ അർബൻ ബാങ്കായിട്ടാണ് രജിസ്റ്റർ ചെയ്യപ്പെട്ടതെങ്കിലും പിന്നീട് അത് ബാങ്ക് എന്നുള്ള പേര് സാങ്കേതികമായി മാറ്റേണ്ടി വന്നു, അത് സൊസൈറ്റിയാക്കി മാറ്റി. പക്ഷേ എങ്കിലും നമ്മളിപ്പോഴും ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം പിടിച്ചിരിക്കുന്നത് ചെറുപുഴ അർബൻ ബാങ്ക് എന്നുള്ള രൂപത്തിൽ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ചെറുപുഴയിലെയും മറ്റ് 3 പഞ്ചായത്തുകളിലെയും ജനങ്ങളുടെ പൂർണ്ണ പിന്തുണ നമ്മുടെ ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് തന്നെ പ്രാപ്പോയിൽ ശാഖ ഉദ്ഘാടനം ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് പ്രതീക്ഷകളോടെയാണ് പ്രാപ്പോയിലേക്ക് പോകുന്നത്. അപ്പോൾ അവിടുത്തെ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടയിൽ അവരുടെ സമ്പാദ്യശീലം വളർത്താനും അവർക്ക് ആവശ്യമായ വായ്പകൾ നൽകാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് പ്രാപ്പോയിലിൽ ഒരു ശാഖ തുടങ്ങാൻ ബാങ്ക് സംഘം ഉദ്ദേശിച്ചത്. അപ്പോൾ അതിൻ്റെ ഉദ്ഘാടനമാണ് ഇവിടെ പ്രസിഡന്റ് നേരത്തെ സൂചിപ്പിച്ചു. അപ്പോൾ ഈ വായ്പാ വിതരണവുമായി ബന്ധപ്പെട്ടുകൊണ്ട് വളരെ പാവപ്പെട്ട ജനങ്ങൾക്ക് നമ്മൾ ഈ കുക്കിംഗ് ഗ്യാസ് വായ്പ നൽകിക്കൊണ്ടാണ് ആദ്യം നമ്മൾ ഹെഡ് ഓഫീസിൽ നിന്ന് നമ്മൾ ഈ വായ്പാ വിതരണം ആരംഭിച്ചിട്ടുള്ളത്. 600 ആളുകൾക്ക് കുക്കിംഗ് ഗ്യാസ് എടുക്കുന്നതിനുള്ള സൗകര്യമാണ് ആദ്യമായി നമ്മൾ ഏർപ്പെടുത്തിയത്. അതിനുശേഷം പടിപടിയായി കൺസ്യൂമർ വായ്പ, കച്ചവട വായ്പ, സ്വത്ത് പണയത്തിന്മേൽ വായ്പ തുടങ്ങി ബിസിനസ് വായ്പ തുടങ്ങി എല്ലാ തരം വായ്പകളും ഇപ്പം നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ വായ്പയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം, തിരിച്ചടവിൻ്റെ ഒരു പ്രശ്നം നമ്മൾ മൊത്തത്തിൽ സംഘങ്ങളെ ബാധിക്കുന്ന ഒരു സ്ഥിതിയാണ് ഇപ്പം നിലവിലുള്ളത്. പക്ഷേ നമ്മളെ സംഘത്തെ സംബന്ധിച്ചിടത്തോളം വായ്പാ കുടിശ്ശിക വളരെ കുറവാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ പരമാവധി വായ്പക്കാരും വായ്പ തിരിച്ചടക്കുന്നുള്ളൊരു ബോധമുള്ള ആൾക്കാരാണ് നമ്മുടെ ബാങ്കിൻ്റെ പരിധിയിലുള്ളവരും നമ്മൾ ബാങ്ക് വായ്പ കൊടുത്തിട്ടുള്ള ആളുകൾ. വളരെ അപൂർവം ചില ആളുകൾ മാത്രമാണ്
ഇതുമായി ബന്ധപ്പെട്ട കുടിശ്ശികക്കാരായിട്ടുള്ളത്. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട ഒരു അവബോധം ബാങ്കിൻ്റെ ഭാഗത്ത് നിന്ന്, സംഘത്തിൻ്റെ ഭാഗത്ത് നിന്ന് എപ്പോഴും വായ്പക്കാർക്ക് നൽകാറുണ്ട്. വായ്പ കൃത്യമായി തിരിച്ചടക്കുക, എന്നാൽ മാത്രമേ ഈ ഡെപ്പോസിറ്റ് ചെയ്തവർക്ക് കൃത്യമായി നമുക്ക് ഈ പണം മടക്കി കൊടുക്കാൻ കഴിയുള്ളൂ. ആ ഒരു ബോധമുള്ള ജനങ്ങളാണ് നമ്മുടെ ബാങ്കിൻ്റെ പരിധിയിലുള്ളത്, ഭാഗ്യവശാൽ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ ഈ സഹകരണ രംഗത്ത് വരുന്ന പ്രശ്നങ്ങളൊന്നും തന്നെ നമ്മുടെ സംഘത്തെ ബാധിക്കുന്നതല്ല. കേരളത്തിലെ കൊമേഴ്ഷ്യൽ ബാങ്കുകൾ പരമാവധി നിക്ഷേപം നമ്മുടെ സംസ്ഥാനത്ത് ശേഖരിക്കുകയും ഒരു ചെറിയ അംശം മാത്രമാണ് കേരളത്തിലെ ജനങ്ങൾക്ക് വായ്പ എന്നുള്ള നിലയിൽ ലഭ്യമാക്കുന്നത്. പലപ്പോഴും കോർപ്പറേറ്റുകളെ സഹായിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം കൊമേഴ്ഷ്യൽ ബാങ്കുകൾ തയ്യാറാകുന്നത് നമുക്കെല്ലാം അറിയാം. എന്നാൽ സഹകരണ ബാങ്കുകൾ അവരുടെ നിക്ഷേപം പൂർണ്ണമായും ആ സ്ഥാപനത്തിൻ്റെ പ്രവർത്തന പരിധിയിൽ തന്നെ പ്രാദേശികമായി തന്നെ സാധാരണ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടി തന്നെയാണ് വിനിയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ചെറിയ ഓഹരി മൂലധനത്തിൽ നമ്മൾ ആരംഭിച്ചിട്ടുള്ള ഈ സ്ഥാപനം മറ്റ് പല സഹകരണ സ്ഥാപനങ്ങളോട് മത്സരിച്ച് തന്നെയാണ് ഇപ്പോൾ പ്രവർത്തന ലാഭത്തിലേക്ക് എത്തുന്ന തരത്തിൽ നമ്മുടെ ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുള്ളത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ മലയോര മേഖലകളിൽ, ഇതിൻ്റെ പ്രത്യേകിച്ച് ചെറുപുഴയുടെ കിഴക്കൻ മേഖലകളിലെ ജനങ്ങൾക്കാകെ ഉപയോഗപ്പെടുത്താൻ കഴിയത്തക്ക നിലയിലാണ് പ്രാപ്പയിൽ ശാഖയുടെ പ്രവർത്തനം നടത്തുന്നത്. എല്ലാ ബ്രാഞ്ചുകളും കോർ ബാങ്കിങ് സംവിധാനം എന്നുള്ള നിലയിൽ ഏത് ബ്രാഞ്ചിൽ നിന്നും ഇടപാട് നടത്താൻ പറ്റുന്ന നിലയിലേക്കുള്ളൊരു സംവിധാനം വളർത്തിക്കൊണ്ടുവരാൻ നമ്മുടെ ഈ സ്ഥാപനത്തിൽ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ 4 പഞ്ചായത്ത് മേഖലകളിലെ ജനങ്ങൾക്കാകെ ആശ്രയമായി ഈ സ്ഥാപനത്തെ വളർത്തിക്കൊണ്ടുവരാനാണ് ഭരണസമിതി ആലോചിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ പ്രാപ്പയിൽ ശാഖയുടെ പ്രവർത്തനം ആരംഭിക്കുന്നത്. ബാങ്ക് ഭരണസമിതി അംഗങ്ങളായ KV വിജയൻ, KV ഗോപിനാഥൻ, C പത്മനാഭൻ, KS ജീവൻ, PR സുലോചന, CK പ്രസാദ് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചെറുപുഴ. വിവാഹങ്ങളും കുടുംബങ്ങളിലെ ആഘോഷങ്ങളും വരുമ്പോൾ ഏറ്റവും വലിയ ചിന്ത സ്വർണം എവിടുന്ന് വാങ്ങൂ എന്നതാണ്. വെറുതെ അവിടുന്ന് ഇവിടുന്ന് വാങ്ങിയാൽ പോരാ, പരിശുദ്ധി, വിശ്വാസ്യത എല്ലാം നോക്കണം. അതിനിപ്പോൾ അധികം ആലോചിക്കാതെ പോകാൻ പറ്റുന്ന ഒരിടമേ ഉള്ളൂ. പുതുമ നഷ്ടപ്പെടാത്ത സ്വർണ്ണാഭരണങ്ങളുടെ പുതുപുത്തൻ ഡിസൈനുകളും കളക്ഷനുകളുമായി നമുക്ക് മുന്നിലുണ്ട് പുതുമന ഗോൾഡ് ഹൗസ്. കേരള, കൽക്കത്ത, രാജ്കോട്ട്, നാഗാസ്, ടർക്കിഷ്, ടെമ്പിൾ തുടങ്ങിയ ഡിസൈനുകളുടെ അതിവിപുല ശേഖരം. നിങ്ങൾ ആവശ്യപ്പെടുന്ന ഡിസൈനുകൾ ഉത്തരവാദിത്തത്തോടെ എത്രയും പെട്ടെന്ന് ചെയ്തു തരുന്നു. പഴയ സ്വർണ്ണാഭരണങ്ങൾക്ക് മാർക്കറ്റ് വില, വിവാഹ പാർട്ടികൾക്ക് 2% മുതൽ പണിക്കൂലി. എല്ലാ ആഭരണങ്ങൾക്കും HUID മുദ്രണം, വാഹന പാർക്കിങ്ങിന് പ്രത്യേക സൗകര്യം. പുതുമന ഗോൾഡ് ഹൗസ്, കാഞ്ഞങ്ങാട് ആൻഡ് പയ്യന്നൂർ. ഫോൺ കാഞ്ഞങ്ങാട് 04672202122, പയ്യന്നൂർ 04985208837, മൊബൈൽ 8590982506.